ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പോളിസിക്കെതിരെ ഇന്ത്യയും റഷ്യയും ചൈനയും ഒരു സഖ്യം ഫോം ചെയ്തിരിക്കുകയാണല്ലോ. നമ്മളിന്ന് പരിശോധിക്കുന്നത് ഇത്തരമൊരു സഖ്യത്തിന്റെ ഭാവി എന്താകും എന്നതിനെക്കുറിച്ചാണ്. നമ്മളെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് 2001 ഫോം ചെയ്ത റിക് കൂട്ടായ്മ, അതായത് റഷ്യയുടെയും ഇന്ത്യയുടെയും ചൈനയുടെയും തന്നെ റിക് കൂട്ടായ്മയുടെ ഗതിയാണ്. 2001 റഷ്യയുടെയും ഇന്ത്യയുടെയും ചൈനയുടെയും റിക് കൂട്ടായ്മ ജന്മമെടുക്കുന്നത്. വളരെ കാലം നല്ല രീതിയിൽ മുന്നോട്ട് പോയെങ്കിലും 2017 ഡോക്ലാം ആക്രമണവും അതുപോലെ 2020 ഗാൽവൻ താഴ്വരയിലെ ചൈനീസ് ആക്രമണമൊക്കെ ഈ ഒരു സഖ്യത്തെ പിന്നോട്ടടിച്ചു. ഭൂട്ടാന്റെയും ചൈനയുടെയും അതിർത്തി പ്രദേശമാണ് ഡോക്ലാം. ഇവിടെ ചൈന അതിക്രമിച്ചു കടക്കുകയും തങ്ങളുടെ പ്രദേശമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു റോഡ് പണിയാൻ ശ്രമിക്കുകയും ചെയ്തു. ഭൂട്ടാന് പിന്തുണയുമായി ഇന്ത്യ എത്തുകയും അങ്ങനെ ഇന്ത്യയും ചൈനയും തമ്മിൽ കൊമ്പ് കോർക്കുകയും ചെയ്തു. അത് റിക് കൂട്ടായ്മയ്ക്ക് ഒരു വലിയ തിരിച്ചടിയായിരുന്നു. 2020 ഗാൽവൻ താഴ്വരയിൽ ചൈന അതിക്രമിച്ച് കടന്ന് നടത്തിയ സൈനിക നീക്കം ഇന്ത്യക്കാരുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവുകളാണ് സമ്മാനിച്ചത്. അതിനുശേഷം ചൈനയുടെ ഏത് നീക്കത്തെയും ഇന്ത്യ സംശയദൃഷ്ടിയോടെ മാത്രമേ നോക്കിക്കണ്ടിട്ടുള്ളൂ. മുൻപുണ്ടായിരുന്ന കാര്യമെടുക്കാം. ഇന്ത്യയും യു എസും തമ്മിൽ വളരെ സൗഹൃദപരമായ ബന്ധമാണ് കാത്തു സൂക്ഷിച്ചിരുന്നത്. എന്നാൽ യു എസിന്റെ ഏകാധിപത്യ മനോഭാവത്തെ സമയാസമയങ്ങളിൽ ഇന്ത്യ എതിർത്തിട്ടുമുണ്ട്. ഓരോ രാജ്യങ്ങളും തങ്ങളുടെ രാജ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നു. ചൈനയും യു എസിനെ എതിർക്കുന്നുണ്ട്. അത് പക്ഷേ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. യു എസിന്റെ സ്ഥാനത്ത് തങ്ങളാവണം, അതായത് തങ്ങൾ നയിക്കുന്ന ഒരു ലോകം ഉണ്ടാവണം എന്ന് ചൈന ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും വച്ചുപൊറുപ്പിക്കില്ല. ചൈനയുടെ മുൻകാല പ്രവൃത്തികൾ വളരെ അവസരവാദപരവും കണ്ണിങ്ങുമായതിനാൽ ഇന്ത്യയിലെ പൊതുജനങ്ങളും രാഷ്ട്രീയ നേതാക്കളും ചൈനയുമായുള്ള ബന്ധത്തെ സംശയദൃഷ്ടിയോടെ മാത്രമേ നോക്കിക്കാണുന്നുള്ളൂ. അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും ചേർന്ന ഒരു ക്വാഡിന്റെ ഒരു ചതുരാഷ്ട്ര സഖ്യത്തിന്റെ ഭാഗമാണ് ഇന്ത്യ. ഈ ഒരു സഖ്യം വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ചൈനയുടെ നയങ്ങളെ എതിർത്തിരുന്നു. ചൈനയും ഈ ഒരു സഖ്യത്തെ ഭയപ്പെട്ടിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ ആ സഖ്യത്തിൽ നിന്ന് അകലുകയാണ് ചെയ്യുന്നത്. അത് ഇന്ത്യക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. റഷ്യയും ചൈനയും വളരെ കാലമായി ദൃഢമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അത് വളരെ കാലമായി അങ്ങനെ തന്നെയാണ്. ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യ ചൈനയെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ചൈനയെ സംബന്ധിച്ച് റഷ്യയും റഷ്യയെ സംബന്ധിച്ച് ചൈനയും ഏറ്റവും വലിയ ബിസിനസ് പാർട്ട്നേഴ്സാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സഖ്യത്തിൽ ചൈനയുടെ വാദങ്ങൾക്ക് മുൻതൂക്കം കിട്ടുകയും റഷ്യ ചൈനയ്ക്ക് ഫേവറായി നിൽക്കുകയും ചെയ്യും. ചൈനയുമായുള്ള ഈ ഒരു ബന്ധം മൂലം ഇന്ത്യ വളരെ കാലമായുള്ള സുഹൃത്തായിരുന്നിട്ട് പോലും ഗാൽവൻ താഴ്വരയിലെ ആക്രമണത്തെ ഒന്ന് അപലപിക്കാൻ പോലും റഷ്യ തയ്യാറായില്ല. ഇത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ വിള്ളൽ വീഴ്ത്തിയിരുന്നു. ട്രംപിനെയും അമേരിക്കയും എത്രയ്ക്ക് കുറ്റം പറഞ്ഞാലും ചില കാര്യങ്ങൾ നമുക്ക് തള്ളിക്കളയാനാവില്ല. വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും അതുപോലെ ടെക്നോളജി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇന്ത്യ പെട്ടെന്നൊരു കുതിച്ചുചാട്ടം നടത്തിയത് അമേരിക്കയുമായുള്ള സൗഹൃദത്തിന് ശേഷമാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നോട്ട് തന്നെ പോകും. പക്ഷേ ആ ഒരു വേഗത, ആ പുരോഗതിയുടെ വേഗത കുറയ്ക്കാൻ ഈ ഒരു സാഹചര്യം ഒരുപക്ഷെ കാരണമായേക്കാം. ഇന്ത്യ ആകട്ടെ കൃത്യമായ ഭരണഘടനയുള്ള, സുതാര്യമായ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുള്ള, കൃത്യമായ ഭരണ സംവിധാനങ്ങളുള്ള രാജ്യമാണ്. വ്യക്തി സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവും ഒക്കെ ഇന്ത്യ അംഗീകരിക്കുന്നുമുണ്ട്. എന്നാൽ റഷ്യയും ചൈനയും ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏകാധിപത്യ ഭരണത്തിൽ വിശ്വസിക്കുന്ന രാജ്യങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിൽ ഒന്നുചേരുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയും ചേർന്ന് ബ്രിക്സ് കൂട്ടായ്മയെ യു എസ് എപ്പോഴും എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെയും ചൈനയുടെയും റഷ്യയുടെയും ഈ ഒരു കൂട്ടായ്മയെ തീർച്ചയായും യു എസ് എതിർക്കുക തന്നെ ചെയ്യും. ഇപ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇന്ത്യ റഷ്യയുമായും ചൈനയുമായും കൂട്ടുകൂടുമ്പോൾ ആ റഷ്യയും ചൈനയും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതായത് ഉക്രൈനും തൈവാനും പോലുള്ള ചില പ്രശ്നങ്ങളിലേക്ക് ഇന്ത്യയും അനാവശ്യമായി വലിച്ചിഴക്കപ്പെടും എന്നുള്ളതാണ്. ഇന്ത്യ ഇപ്പോൾ G7, G20, ക്വാഡ്, ബ്രിക്സ് എന്നീ കൂട്ടായ്മകളിൽ അംഗമാണ്. UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം ഇന്ത്യക്ക് കയ്യെത്തും ദൂരത്താണ്. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ, നിലവിലെ സാഹചര്യത്തിൽ അത് എത്രത്തോളം അകലേക്ക് പോകും എന്നുള്ളത് മാത്രം കണ്ടറിയണം. എന്തായാലും റഷ്യയും ചൈനയുമായി അലയൻസ് ഉണ്ടാക്കുമ്പോൾ ഇന്ത്യക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ നമ്മുടെ മുൻകാല സ്ട്രാറ്റജികളിൽ നിന്നും നമ്മൾ പിന്നോക്കം പോകുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് വിസ്മരിക്കാൻ പാടില്ല താനും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്